ഫാമിലി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മൻ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥലത്ത് നിന്ന് SN എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓസ്നാബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. അപ്പോൾ ഇവിടെ ഒരു 1 hour ഡിലേ ഉണ്ട് ട്രെയിൻ വരാനായിട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 11:45 SNലേക്കുള്ള വണ്ടി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇപ്പോൾ ഈ ഡിസംബറിലാണ് എല്ലാവരും ബാക്ക് പാക്കൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാടുകൾ കാണാനും സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. കാരണം ഇവിടെ ഒരു 20-ാം തീയതിക്ക് ശേഷം ഇവിടെ മൊത്തം മുടക്കാണ്. അതായത് ഡിസംബർ 20-ാം തീയതിക്ക് ശേഷം ഒരു ജനുവരി 5-ാം തീയതി വരെ ഫുള്ള് ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ആയിട്ട് പോകും. അതിനുശേഷം പിന്നെ ആക്റ്റീവായിട്ട് വരുള്ളൂ. ഓസ്നാബുർഗ് സ്റ്റേഷൻ്റെ മുൻഭാഗമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഒരു 11:45 സമയത്ത് വണ്ടി നമുക്ക്. അതുപോലെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഈ സമയത്ത്, ഈ ഡിസംബർ ജനുവരി ആദ്യത്തെ സമയത്ത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓസ്നാബുർഗ് സ്റ്റേഷനിൽ നിന്നപ്പോൾ നമുക്ക് ലേറ്റായി ഒരുപാട് വണ്ടി വരാൻ. 11:45 പറഞ്ഞെങ്കിൽ അതൊരു 12 മണിയായി എടുത്തായി. എന്നിട്ട് 12 മണിക്ക് വന്ന വണ്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഒരു വണ്ടി ക്യാൻസലായിട്ടാണ് ഇത് വേറൊരു വണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് നേരിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ഇതുണ്ട്, ലോക്കറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ്, ഇവിടെ ഫ്രിഡ്ജുണ്ട്. ഇതിലൊക്കെ ഒന്നുമില്ല. പിന്നെ സൂപ്പർ ബാത്റൂമുണ്ട്. ഒരു ബാത്റൂം, നിന്ന് വിളിക്കാനുള്ള സ്ഥലമാണിത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ളൊരു ബെഡിൻ്റെ സ്പേസ്, പിന്നെ ഇതിൻ്റെ സ്പേസ്, ഇത് വലിയ ആൾക്കാർക്ക് കിടക്കാനുള്ളത്. പിന്നെ അവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. ഇതൊരു സെപ്പറേഷൻ കാര്യങ്ങൾ. ഇവിടെ ഒരു മേശ വന്നിട്ടുണ്ട്. പിന്നെ അതിനൊരു ടേബിൾ, TVക്ക് ടേബിൾ, നമ്മുടെ ബാക്ക് കെട്ടിയിട്ടത്. പിന്നെ ഇവിടെ ഒരു മേശ, ഒരു സോഫ, ഇവിടെ ഒരു കുഞ്ഞി സോഫ. ഇതൊരു പുറത്തുള്ള വ്യൂ. അത് സ്പർദ്ധ ബാങ്ക്, ഒരു ബാങ്കിൻ്റെ ഹോട്ടൽ ഫീസിക്കുന്നുണ്ട്. പിന്നെ ഒരു നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ചായ, കെറ്റില് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂസ്. നല്ല വലിയ റൂമാണ്, ഫുള്ള് വലിയ റൂമാണ്. ഇത്രയും റൂമുണ്ട്, ഇത്ര ഏരിയ ഉണ്ട്. കണ്ട, ഇത്ര ഏരിയയുള്ള റൂം, സൂപ്പർ റൂം ഒന്നും പറയില്ല. ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഡുസൽഡോർഫ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പോവാണ്. SNൽ നിന്ന് ഒരു 1/2 മണിക്കൂർ കഷ്ടിയുള്ളൂ.
അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ജോണിൻ്റെ ഫാമിലിയും വരുന്നുണ്ട്. ജോൺ ഇവിടെ എസെൻറ്റിൽ തന്നെയാണ് താമസിക്കണേ. നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, നമ്മുടെ ഉറ്റ സുഹൃത്താണ്. അപ്പോൾ ആൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും എസെൻ ബാനോഫിൽ നിന്ന്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അവിടുത്തെ ബെർലിനർ പ്ലാറ്റ്സ് എന്നതിൻ്റെ പേര്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു ഊബാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ട്രെയിനാണ്, ട്രാം എന്ന് പറയും, അല്ലെങ്കിൽ ട്രെയിൻ എന്ന് പറയും. ആ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ എസെൻ ബാനോഫിലേക്ക് പോകാനായിട്ട് പോവാണ്. അനുവരുണ്ട്, ഉണ്ണിക്കുട്ടുണ്ട്, അന്നക്കുട്ടിയുണ്ട്, പിന്നെ ആരും വരുന്നില്ല. നമ്മൾ മാത്രമുള്ള ഇവിടെ, വേറെ ആരും ഈ ബാനോഫിലില്ല, ഈ സ്റ്റേഷനിലില്ല. അതുപോലെ തന്നെ നമുക്ക് വരാനുള്ള വണ്ടി ഇപ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ വരുന്ന രീതി കാണിക്കുന്നുണ്ട്. നേരത്തെ 3 മിനിറ്റ് ആയിരുന്നു, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ വരും. അപ്പോൾ നമ്മുടെ ഊബാൻ വരുന്നുണ്ട്, അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് സ്പീഡിലാണ്, പക്ഷേ ഈ സ്റ്റോപ്പായി തന്നെ അത്ര സ്പീഡില്ല. കിടക്കുന്നുണ്ട്, നിങ്ങൾ കയറട്ടെ. ഇതാണ് ഞങ്ങളുടെ ജോണിൻ്റെ ഭാര്യ, ചേച്ചി, പിന്നെ നമ്മുടെ ഒരാൾക്ക്. അപ്പം ഞങ്ങളിങ്ങനെ എസെൻ ബാനോഫിൽ നിന്ന് ഡുസൽഡോർഫിലേക്ക് പോയിട്ടിരിക്കണം. അപ്പോൾ അതാണ് വണ്ടി, ആസ്റ്റൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. വണ്ടി ലേറ്റ് ആയിട്ട് ഓടുന്നു, 3 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഓടുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ. ആകാശം സൂപ്പർ കളറായിട്ട് നിൽക്കുന്നുണ്ട്. ആകാശിൻ്റെ കളർ നോക്കി, നീ സെറ്റ് കളറുണ്ട്. ഇതിൽ നോക്കി, നീ കളറ് ഇതിരി കളർ നോക്കി, സൂപ്പർ കളറാണ്, സ്റ്റൈലും കളർ. ഞങ്ങൾ ഡുസൽഡോർഫ് സ്റ്റേഷനിലെത്തി. ഞങ്ങളിനി സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിടക്കട്ടെ.
ഡിസൽഡോർഫിൽ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 6-6 ആയി കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് വിഷ്വൽസ് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. വെളിച്ചുള്ള സ്ഥലത്ത് മാത്രം നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുള്ളൂ. ഇട്ടായ കാരണം പിന്നെ കൂടുതൽ വിഷ്വൽസ് നമ്മൾ എടുത്തില്ല. അപ്പോൾ ഡിസൽഡോർഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നലെ രാത്രി കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ഡാർക്കായ കാരണം. ഡിസൽഡോർഫിൽ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.